നെവിൻ അങ്ങനൊന്നും പുറത്തു പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം നെവിന്റെ ഡ്രസ്സും ബാറ്ററിയും ഒക്കെ ബിഗ് ബോസ് മാമൻ അകത്തോട്ട് കൊടുത്തു വിട്ടായിരുന്നല്ലോ. ഞാനത് കണ്ടായിരുന്നല്ലോ. നമ്മുടെ നോറ കൊച്ചു പറയുന്ന ഡയലോഗായത്. ആരോടാണെന്നല്ലേ? അനുമോളും നമ്മുടെ രേണു സുധിയും ആദിലയും ഇവര് 3 പേരുമായിട്ട് മറ്റേ മേക്കപ്പ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഇതാ ഇപ്പോ നോറ ഈ ഡയലോഗ് അങ്ങ് പറയുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ പ്രിയപ്പെട്ടവരെ? അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയിക്കാം. ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ്. അപ്പോ സംഗതി അങ്ങനെയാണ്. നെവിൻ തിരിച്ചു വന്നാച്ച്. എന്റർടൈൻമെന്റ് ഈസ് ബാക്ക്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റർടൈൻമെന്റ് ഈസ് ബാക്ക്. ആൻഡ് നെവിൻ കയറി വന്നപ്പോ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലായിരുന്നു. കാരണം കയറി വന്നപ്പോൾ ആദിലയോടും നോറയോടും ഒന്നും ഒരു ദേഷ്യം കാണിച്ചു, ഒരു വൈരാഗ്യം കാണിച്ചൊന്നും അല്ല കയറി വന്നത്. വളരെ ഹാപ്പി ആയിട്ട് കയറി വന്ന് എല്ലാവരെയും കെട്ടിപ്പിടിച്ച്, എന്തിനധികം പറയുന്നു, ആദിലെ നോറയൊക്കെ പോയി കെട്ടിപ്പിടിച്ച്, എവിടെ എൻ്റെ അനുമോൾ എവിടെയെന്നും ചോദിച്ച് അനുമോളെ പോയി കെട്ടിപ്പിടിച്ച്, അങ്ങനെ ഒരു ബൂസ്റ്റ്, ഒരു എന്താ ഒരു മാല പടക്കമായിട്ടാണ് കയറി വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് അകത്ത് കിടന്ന് പെട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ എന്താണെങ്കിലും അതിലേക്കൊക്കെ വരാം. നെവിൻ വരുന്ന കാര്യങ്ങൾ പറയാം. അതിന് മുമ്പായിട്ട്, നെവിൻ വരുന്നതിന് കുറച്ച് മുമ്പ് നമ്മുടെ അനുമോളും രേണു സുധിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ചെറിയ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അനുമോളോട് രേണു സുധി പറയുന്നുണ്ട്, അനുമോളെ എനിക്ക് മേക്കപ്പ് ഒന്നും ഇടാൻ അറിയില്ല അനുമോളെ, ഞാൻ ആകെ 15 രൂപയുടെ ജസ്റ്റ് ഒരു ക്രീം മാത്രമേ ഇടാറുള്ളൂ. 15 രൂപയുടെ ഏത് ക്രീമാണ്? 15 രൂപയുടെ ക്രീം അല്ല, 15 രൂപയുടെ ഫേസ് വാഷോ എന്തോ ഒരു സാധനം 15 രൂപയുടെ മാത്രമേ ഞാൻ ഇടാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. 15 രൂപയുടെ എന്താണ് ഈ മുഖത്തിരുന്ന് കിട്ടുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. ലിബാം വല്ലതും കിട്ടുമോ 15 രൂപയ്ക്ക്? എനിക്കറിഞ്ഞൂടാ. അപ്പൊ എന്താണെങ്കിലും അത് മാത്രമേ ഉള്ളൂ. ഉടനെ അനുമോള് ചോദിക്കുന്നത്, അയ്യോ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല. ഇല്ല അനുമോളെ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ എനിക്ക് എല്ലാം അങ്ങ് പഠിപ്പിച്ചു തരണേ എന്നൊക്കെ രേണു സുധി പറയുന്നുണ്ട് അനുമോളോട്. ശരി ചേച്ചി, പഠിപ്പിച്ചു തരാമല്ലോ. പക്ഷെ ചേച്ചിക്ക് ഒന്നും അറിയാൻ പാടില്ലേ? എന്റെ സുധിച്ചേട്ടനാണ് സത്യം അനുമോളെ, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല. ഉടനെ അനുമോള് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ചേച്ചി എന്തു പറഞ്ഞാലും മേളിൽ കിടക്കുന്ന സുജിത്തേട്ടനെ പിടിച്ച് താഴെ ഇറക്കുന്നത്? എന്തു പറഞ്ഞാലും സുജിത്തേട്ടന്റെ പഞ്ചയ്ക്ക് സത്യം. എന്ത് കാര്യത്തിനത്? അല്ല, അത് സുജിച്ചേട്ടനെ വെച്ച് ഞാൻ സത്യം പറഞ്ഞാലേ എല്ലാരും വിശ്വസിക്കത്തുള്ളൂ എന്നൊക്കെയാണ് രേണു പറയുന്നത്. എനിക്കറിയാൻ പാടില്ല. ഈ സ്ത്രീക്ക് മടുത്തില്ലേ ഇവർക്ക്? ആൾക്കാർ ഇവരെ വെറുക്കുന്നതിന്റെ മെയിൻ കാരണം ഇതാണെന്ന് ഇത്രയും കാലമായിട്ട് ഈ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു കാര്യവും ഇല്ലാതെ ഈ സുധിയെ പിടിച്ചിട്ടിട്ട് അയാളുടെ നെഞ്ചത്ത്, ചത്തുപോയ അയാളുടെ നെഞ്ചത്ത് വെച്ചിട്ട് ആ സത്യം പോയിട്ടോണ്ടിരിക്കുന്നത്. എന്തോ. അപ്പൊ അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടോയ്ലറ്റിന്റെ ബാത്റൂമിന്റെ ആ സൈഡില് അനു നമ്മുടെ മറ്റേ വാഷ് ഒക്കെ ചെയ്യുന്ന ആ ഒരു വാഷ് ബേസിന്റെ അവിടെ നിൽക്കുന്നു. ഷാനവാസ് വരുന്നു. ഷാനവാസും ഒക്കെ ഇടയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അനുവിനിട്ട് നൈസായിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഞാൻ പറയുമ്പോഴത്തേ കുറെ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ആരുടെയും PR ഒന്നും അല്ല. എനിക്ക് എന്താണോ എൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുന്നത് അത് ഞാൻ പറയും. അനുമോളുടെ സൈഡിൽ ശരിയുണ്ടെങ്കിൽ അത് പറയും, അനുമോളുടെ സൈഡിൽ തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ പറയും. അപ്പോഴത്തേക്ക് ഞാൻ മറ്റവന്റെ PR ആണ് മറിച്ചവന്റെ PR ആണ് ഇതിന്റെ കാര്യമൊന്നും ഇല്ലടേ. പിന്നെ പറയുന്നവർ പറ, അല്ലാതെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളെ കല്ലുവലിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എന്നും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ. കാരണം നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂടെ, കാണണേ മൊത്തവും വീഡിയോ ഇട്ടിട്ട് പോവല്ലേ. അപ്പൊ കാര്യം പറയട്ടെ, നമ്മുടെ ഷാനവാസ് അങ്ങോട്ട് വരുന്നു, ബാത്റൂമിന്റെ അങ്ങോട്ട്. അനു അവിടെ നിൽക്കുന്നു. ഇതിപ്പോ അനുവിനിട്ടൊരു കൊട്ടാണ്, അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത്. അനു ആ ചെയ്തത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് വേറൊന്നുമല്ല, ഷാനവാസ് വരുന്നു, ഷാനവാസ് പറയുന്നു അനു മാറി നിൽക്ക് ഒന്ന്. അനു ചുമ്മാ നിൽക്കുക അവിടെ, വെറുതെ അവിടെ മുഖം നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ബ്യൂട്ടി മറ്റെന്താണ് മേക്കപ്പ് റൂമിന്റെ അവിടെ പോയി വേണമെങ്കിൽ മുഖം നോക്കിയിരിക്കാം, പക്ഷെ കൈ കഴുകുന്ന അവിടെ വന്നിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പം പുള്ളി മാറാൻ പറയുന്നുണ്ട്. ഉടനെ അനുമോട് പറയുന്നു, അങ്ങോട്ട് അപ്പുറം പോയി നിൽക്കുക ചേട്ടാ, അവിടെ നിൽക്ക്. ഉടനെ ഒരു ചെറിയ ഒരസല്. ഉടനെ ഷാനവാസ് പറയുന്നുണ്ട്, അനു ചുമ്മാതല്ല നിന്റെ കൂടെ ആരും നിൽക്കാത്തത്, നീ എന്തിനാ എന്തൊന്ന് സംസാരിക്കാൻ വരുന്ന ഉടനെ നീ എന്തിനാ ഈ ചാടി തലയെ കയറുന്നത്? നീ അവിടുന്ന് മാറി നിൽക്കുക, നീ വെറുതെ നിൽക്കുമല്ലേ, എനിക്ക് കൈ കഴുകണം, അത് ചേട്ടൻ അപ്പുറത്ത് കഴുകിക്കൂടെ? അപ്പൊ ഷാനവാസ് പറയുന്നത്, അപ്പുറം അടുത്ത ആളുണ്ട്, നീ ഇവിടെ വെറുതെ നിൽക്കുകയല്ലേ, മാറിത്താ എന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ചെറിയ ഒരസൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അനുമോളെ കുറ്റം പറയുക ഇൻ ദ സെൻസ് വേറൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ 6ഉം 7ഉം പേരും ഒറ്റ സ്ട്രെച്ചിൽ അനുമോളുടെ അടുക്കൽ മാത്രം അനുമോളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ അമ്പുകൾ വിട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അനുമോളുടെ കയ്യിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ പോവാം. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അനുമോളുടെ കയ്യിൽ നിന്ന് പോവുക. എന്തിനാണ് ഷാനവാസിന്റെ ഇടയ്ക്ക് ആ ഒരു കാര്യത്തിലൊക്കെ കയറി ചൂടാവാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യമില്ല, അവിടുന്ന് മാറിക്കൊടുക്കേണ്ട കേസേ ഉള്ളൂ. പക്ഷെ അനുമോൾ അപ്പോഴും ഫയർ കത്തുകയാണ്. അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. എല്ലാവരും തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് കളിക്കുന്നു എന്നുള്ളൊരു സാധനം തലയിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കാം എന്ത് കണ്ടാലും അകത്ത് കയറി അനുമോള് പിടിക്കുന്നത്. അത് അത്ര നല്ലൊരു കാര്യമല്ല. കണ്ടന്റ് ഉണ്ടാക്കാം, പക്ഷെ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് തന്നെ അനുമോളെ വെറുക്കാൻ ചിലപ്പോൾ തുടങ്ങും. എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നി എന്താണെങ്കിലും. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ്, മക്കളെ എല്ലാവരും പാടാ, ലിവിംഗ് റൂമിൽ പാടാ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാന്നൊക്കെ പറയുന്നു.
അപ്പോൾ എല്ലാവരും ഇവിടെ പോയിരിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഒരു അതിഥി ഉണ്ട് നിങ്ങൾക്ക് ഇന്ന്. അതിഥി ഇപ്പൊ ഫ്രണ്ട് വരും ഡോറിന്റെ അവിടെ. എല്ലാവരും ഒരു ചെറിയ പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്യും, അതിഥിയെ വെൽക്കം ചെയ്യണമെന്നൊക്കെ പറയുന്നു. അപ്പം അതിഥി എന്ന് കേട്ട ഉടനെ ആര്യൻ, അതിഥിയോ, പെണ്ണാണോ ബിഗ് ബോസ്, പെണ്ണാണോ? അങ്ങ് ഒലിക്കോ അവന്റെ, പെണ്ണാണോ ഇനി അതിഥി? അങ്ങനത്തെ ഒരു സാധനമൊക്കെ. ആ ജിസൈൽ ഇവന്റെ കൂടെ ഒരു കട്ടില്ല കിടക്കുന്ന ഇവൻ, എനിക്ക് അറിയാൻ പാടില്ല. മറ്റേ ഈ മൂടാ ചെറുക്കന്, എനിക്കറിയത്തില്ല എന്തിനാണെന്ന്. പെണ്ണെന്ന് കാണുമ്പോഴേ ഒന്ന് നോറയുടെ അടുക്ക പോയി നോക്കി, നൂറയുടെ അടുക്ക പോയി നോക്കി, അന്നമോളുടെ അടുക്കാൻ നോക്കി, എല്ലാവരെയും ഇവൻ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആര്യനായതുകൊണ്ട് എല്ലാവരും ഒരു ആട്ടാണ് കിട്ടുന്നത്. കാരണം ഇവന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി. ആര്യനും അകത്തൊരു കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയോ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ജിസേലിലൂടെ, നാളെ അനിമോളിലൂടെ. പക്ഷെ ആ ഗെയിം കൊള്ളാം, പക്ഷെ എല്ലാവരും വെറുപ്പിക്കുകയാണ്. ഒരു സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, കോപ്രായത്തരം കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഇത് തന്നെ കണ്ടില്ല, ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞോണ്ടാണ് ചോദിക്കുന്നത് അതിഥി ആരാ, പെണ്ണാണോ? ലാലേട്ടൻ നിൽക്കുമ്പോഴേ വലിയ ചോദ്യം ചോദിച്ചായിരുന്നെങ്കിൽ ഇവന്റെ അണ്ണാക്കിലിട്ട് ലാലേട്ടൻ കൊടുത്തേനെ നല്ല വർത്താനം. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു. ആരാണ് കയറി വരുന്നത്? അതിഥി എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ സ്പൈക്കുട്ടനാണ്. സ്പൈക്കുട്ടനകത്തോട്ട് കയറി വരുന്നുണ്ട്. ഇവരുടെ വൃത്തി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കയറി വരുന്നത്. അപ്പൊ ഈ അതിഥി സോറി ഈ ആര്യം കാരണം അതിഥി പെണ്ണിന്റെ മുഖമാണ് വരുന്നത്, പോടാ. അപ്പം സ്പൈക്കുട്ടൻ കയറി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതായത് സ്പൈക്കുട്ടനെ വെൽക്കം ചെയ്യുമ്പം സ്പൈക്കുട്ടൻ കയറി അകത്തോട്ട് വരുന്നോടം വരെ അനിമോളെയും നമ്മുടെ ആദിലേനെയും ഞാൻ അവിടെ കണ്ടില്ല. അവരെവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ആ സ്പൈക്കുട്ടനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി ഓടി വരുന്നത്. എവിടെ പോയോ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇനിയും ബാക്കി എല്ലാവരും ഒരു എഫേർട്ട് എടുക്കേണ്ടതാണ്. എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടാണ് വെൽക്കം ചെയ്യേണ്ടത്. അപ്പൊ രണ്ടുപേരില്ല എങ്കിൽ അവരെ വിളിച്ച് വരുത്തിയിട്ട് വേണം അത് ചെയ്യുകയൊക്കെ ചെയ്യാൻ. പക്ഷെ അങ്ങനൊന്നുമില്ല. അനിമോളെ കൊട്ടാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും നോക്കുന്നത്, കൂടെ നിർത്താൻ ആരും നോക്കുന്നില്ല. അങ്ങനെ നിർത്തിയാലേ കളി കുറച്ചും കൂടെ ഗംഭീരമാവത്തുള്ളൂ. ആൾക്കാരിലൊക്കെ ഡിവൈഡ് ചെയ്തൊക്കെ വഴക്കുണ്ടാവണോടി, എന്നാലും ഒരു രസമുള്ളൂ, ഗെയിം ഉണ്ടാവണം. ഇത് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് അടിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അയാളുടെ പുറകെ പോകും. അതാണ് സംഭവിക്കുന്നത്. അത് ഈ ഇവന്മാർക്ക് എന്താ മനസ്സിലാവാത്തതെന്ന് എനിക്കത് ഇപ്പോഴും പിടുത്തം കിട്ടാതെ. പ്രത്യേകിച്ച് അപ്പാനി, അക്ബർ, ഈ ആര്യനൊക്കെ എന്തോ. ഇപ്പൊ എന്താണെങ്കിലും ശുചിത്വം നോക്കി നടക്കുന്ന നമ്മുടെ സ്പൈക്കുട്ടനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നെവിൻമോൻ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നതാണ്. നെവിൻമോൻ അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു പുറത്ത് അവൻ ഇറങ്ങിയതിന് ശേഷം അവന് നല്ല രീതിയിലൊരു കൗൺസിലിംഗ് കിട്ടി, അങ്ങനെ ബിഗ് ബോസ് തന്നെ ആയിരിക്കും അവനെ പിടിച്ചകത്തിരിക്കുക, അല്ലാതെ അവൻ കയ്യും കാലും പിടിച്ചിട്ടാണോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നു. ബിഗ് ബോസ് പറയുന്നു നിനക്കൊരു ചാൻസ് ഉണ്ട്, ഒറ്റ ചാൻസേ ഉള്ളൂ, ഇനിയും പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൊണവണ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് വെളിയിലാക്കും. കാരണം ഇവിടെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് അവൻ അതിനകത്ത് വേണമെന്ന് ബിഗ് ബോസ് ടീമിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ പിന്നെ അതിനകത്ത് വിടുന്നത്. കാരണം ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാൾ അവൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പൊ അവൻ ഇറങ്ങിയതിന് ശേഷം കണ്ടില്ല, തുര അനിമോളുടെ പുറകെ നടന്ന അടി, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നെവിൻ കയറുമ്പോൾ അവിടെ വേറൊരു കളി നടക്കും. ഇനി ആദില, നൂറ, അവരുടെ ഒരു തീ നമ്മൾ കണ്ടതാ. ആ തീ ഇനി ആളിക്കത്തും, പറയാൻ പറ്റത്തില്ല. ആളി കത്തുവോ ആളി കെട്ടുപോകുമോ എന്ന് നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ആ ഒരു പ്രതീക്ഷയുണ്ട്. നെവിൻ അകത്തോട്ട് വന്ന് കയറുന്നുണ്ട്. നെവിൻ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്നു. സ്പൈക്കുട്ടൻ കറങ്ങി കൺഫെഷൻ റൂമിനകത്ത് ബാക്കി എല്ലാവരെയും കൊണ്ട് ചെല്ലുമ്പോൾ അതെ അവിടെ ഇരിക്കുന്നു നെവിൻ. എന്നിട്ട് അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അകത്ത് ശൈത്യാണ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നത്. അതിനുശേഷം പുറത്ത് വരുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. എന്റർടൈൻമെന്റ് ഇൻ ദ സെക്ഷൻ, ഒരു സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ് അവൻ, തമാശകൾ പറയും. ആ ഒരു സീനാണ് നെവിൻ. അവിടെ വേറെ ആരും അങ്ങനെയില്ല. അപ്പൊ എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട് നെവിൻ. വന്നിട്ട് നേരെ ഓരോരുത്തരെ കെട്ടിപ്പിടിക്കുന്നു. നേരെ ആദില, നൂറ എടുക്ക് ചെല്ലുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു. എവിടെ എന്റെ അനുമോളെന്ന് ചോദിക്കുന്നു, അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. എല്ലാവരോടും ഒരു വെറുപ്പും ഇല്ലാതെ അവൻ പോയി കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഫുഡ് തപ്പാനായിട്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ഒരു കേക്കൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. രേണു പുറകെ നടന്ന് കെട്ടിപ്പിടുത്തം മേടിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബാക്കി എല്ലാം നെവിനെ ഫോക്കസ് ചെയ്ത് എല്ലാവരും നെവിന്റെ ചുറ്റും ഇങ്ങനെ ഓടുന്നുണ്ട്. അനു, ആദില, നോറ ഇവര് മേക്കപ്പ് റൂമിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴാണ് നൂറ പറയുന്നത് അവനെ വിടത്തില്ല എന്ന് എനിക്കൊരു തോന്നി. കാരണം അവന്റെ സാധനങ്ങളൊക്കെ കുറച്ച് ഡ്രസ്സും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ വരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പനിപുര ടാസ്കിൽ. അതുകൊണ്ട് തന്നെ അവൻ പോകത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് 3 പേർക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. കാരണം ഇനി നെവിന്റെ പേരും പറഞ്ഞായിരിക്കും ഈ 3 പേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് അനുമോക്കിട്ട് കിട്ടും. ആദില, നൂറ എസ്കേപ്പ് ആയാലും അനുമോളെ വച്ച് സെഞ്ചിടും. പ്രത്യേകിച്ച് അപ്പാനി, നമ്മുടെ ജിസയിൽ പിന്നെ ഒളിപ്പോറിന്റെ ഒരു കളിയാണല്ലോ. പക്ഷെ അപ്പാനി, അക്ബർ, ആര്യൻ ഇല്ലെങ്കിലും അക്ബർ അവന്റെ തൊലിഞ്ഞ പാട്ടും കൊണ്ട് ഇനി അവൻ ഇറങ്ങും 2 ദിവസം. തൊലിഞ്ഞ പാട്ടെന്ന് പറയാൻ കാരണം ഇവന് പാട്ട് പാടിയാണ് ഇപ്പൊ വെറുപ്പിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ പാട്ടുകാരെ കളിയാക്കിയൊന്നുമല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. ഒരു ലിമിറ്റ് വേണ്ടേ? വേറെ ആർക്കെങ്കിലും ഒക്കെ ഇട്ട് കൊട്ട്, അപ്പോൾ ഒരു രസമുണ്ട് കാണാൻ. ആ രണേനെയൊക്കെ പിടിച്ചെടുത്ത് വറക്കങ്ങോട്ട്. പക്ഷെ അതിനൊന്നും ഇവന്മാർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ രണ അതിന് അവസരം ഉണ്ടാക്കുന്നില്ല.
രണ എന്ത് ചെയ്യും? ഉമാറിനെ മറ്റേ കക്ഷത്തിന്റെ അടിയിൽ കയറിയിരിക്കും. ആ ഒരു കളിയാണ് രണ കളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ നാട്ടുകാരത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബാക്കി പോയി കണ്ടിട്ട് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്താൽ പോരെ. അപ്പൊ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.